കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. പക്ഷേ ഈ ക്ലാസ് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. പേജ് നമ്പർ 26. ഇൻ ദി ബിഗിനിങ് ഡേയ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ്, സോഫ്റ്റ്വെയർ വാസ് ജനറലി ഫ്രീ ആസ് ഇറ്റ് വാസ് ഷെയർഡ് എമോങ് റിസർച്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഹു ആർ വർക്കിംഗ് ഹാർഡ് ടു ഇംപ്രൂവ് ഇറ്റ്. അപ്പം കമ്പ്യൂട്ടിങ്ങിൻ്റെ ആദ്യ കാലങ്ങളിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ റിസർച്ചേഴ്സിനും ഡെവലപ്പേഴ്സിനൊക്കെ ഷെയർഡ് ആയിരുന്നു. ആസ് കമ്പ്യൂട്ടേഴ്സ് ബിക്കംസ് ആർ കോമൺ, പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ആസ് ദ ബിസിനസ് മോഡൽ ഫോർ സോഫ്റ്റ്വെയർ കമ്പനീസ്. അപ്പം കമ്പ്യൂട്ടേഴ്സ് മോസ്റ്റ് കോമൺ ആകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സോഫ്റ്റ്വെയർ കമ്പനീസിന് വേണ്ടി പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ബിസിനസ് മോഡലിന് വേണ്ടി പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയർ ഈസ് ഓൺഡ് ബൈ ദ കമ്പനി വിച്ച് ഡെവലപ്ഡ് ദി സോഫ്റ്റ്വെയർ. അപ്പം പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിക്കും സ്വന്തമാകാനും അല്ലേ, ഏത് കമ്പനിയാണോ ഉണ്ടാക്കിയത് അവർക്ക് സ്വന്തമാകാൻ തുടങ്ങി. യൂസേഴ്സ് ക്യാൻ യൂസ് സോഫ്റ്റ്വെയർ ഓൺലി ആഫ്റ്റർ പേയിങ് ലൈസൻസ് ഫീ. അപ്പോൾ യൂസേഴ്സിനൊക്കെ ലൈസൻസിങ് ഫീ ഇല്ലാതെ സോഫ്റ്റ്വെയർ ഒന്നും പിന്നെ കിട്ടത്തില്ലെന്നായി. ബിസൈഡ്സ് ദെയർ ആർ ഓൾവേസ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇറ്റ്സ് യൂസ്. എന്നാലും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിലും കുറേയൊക്കെ റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി. ഇറ്റ് കുഡ് ബി യൂസ്ഡ് ഓൺലി ഓൺ എ സിംഗിൾ കമ്പ്യൂട്ടർ, നോട്ട് ടു ബി ഷെയർഡ് വിത്ത് ഫ്രണ്ട്സ് എക്സെട്ര. അപ്പം ഒരു കമ്പ്യൂട്ടറിന് മാത്രമേ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റത്തുള്ളെന്നായി. പിന്നെ ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ലെന്നായി. ഓൾ സോഴ്സ് കോഡ് ഓഫ് പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയർ ഇസ് ദ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി ആൻഡ് ഈസ് കെപ്റ്റ് ഇറ്റ് ആസ് എ സീക്രട്ട്. അപ്പം സോഴ്സ് കോഡ് എന്ന് പറയുന്നത്, പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് സീക്രട്ടായിട്ട് വെച്ചു. ഒരു കമ്പനിയുടെ തന്നെ ഒരു സീക്രട്ടായിട്ട് വെച്ചു. അപ്പോൾ ഓരോ യൂസർക്ക് ഒരു ടൈമിൽ മാത്രമേ, അവരുടെ കമ്പ്യൂട്ടറിൽ മാത്രമേ ഈ പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു അവസ്ഥയായി. ഈ പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയർ അല്ലാത്ത സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രീ വെയർ എന്നും രണ്ടാമത്തേത് ഫ്രീ സോഫ്റ്റ്വെയർ. ഇത് തമ്മിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് വൺ ഫ്രീ വെയർ എന്താണെന്ന് നോക്കാം. ഫ്രീ വെയർ ഈസ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് റിലീസ്ഡ് ഫോർ യൂസ് വിത്തൗട്ട് എനി ലൈസൻസിങ് ഫീ ഓർ ചാർജസ്. അപ്പോൾ ഫ്രീ വെയർ എന്ന് പറയുന്നത് യൂസർക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു ലൈസൻസ് ഫീയോ ചാർജസോ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളാണ് ഫ്രീ വെയറുകൾ. ദ യൂസർ ഈസ് ഫ്രീ ടു യൂസ് സോഫ്റ്റ്വെയർ ഓൺ ഹിസ് ഓർ ഹെയർ കമ്പ്യൂട്ടർ, ബട്ട് as in the case of property software, the source code is intellectual property of the company and kept as a secret. അപ്പം ഫ്രീ വെയറിൻ്റെയും അതുപോലെ തന്നെ പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയറിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊപ്പർട്ടി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓരോ കമ്പനിയുടെ അവകാശമാണ്. അതുപോലെ തന്നെ അവരുടെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് സീക്രട്ടായിട്ടാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് വേറൊരാൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. Examples for freeware is Adobe Acrobat Reader, Google Chrome, etc. The user can install Adobe Acrobat Reader or Google Chrome in his system but is prohibited from accessing or modifying source code. അപ്പം ഫ്രീ വെയറിൻ്റെ എക്സാമ്പിളാണ് അഡോബ് അക്രോബാറ്റ് റീഡറും ഗൂഗിൾ ക്രോം ഒക്കെ. യൂസറിന് അഡോബ് അക്രോബാറ്റ് റീഡറും ഗൂഗിൾ ക്രോം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ അവരുടെ സോഴ്സ് കോഡിൽ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഫ്രീ വെയർ. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, പക്ഷേ അവരുടെ സോഴ്സ് കോഡിൽ നമുക്ക് മോഡിഫിക്കേഷൻ ഒന്നും വരുത്താൻ പറ്റത്തില്ലാത്ത സോഫ്റ്റ്വെയറുകളാണ് ഫ്രീ വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. Free software is software that gives the user the freedom to share, study and modify it. അപ്പോൾ ഫ്രീ വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു സോഴ്സ് കോഡ് ഫ്രീ ആണ്, പക്ഷേ മോഡിഫൈ ചെയ്യാനോ ആക്സസ് ചെയ്യാനോ പറ്റത്തില്ല. പക്ഷേ ഫ്രീ വെയർ എന്ന് പറയുന്നത് യൂസർക്ക് ഫ്രീഡം ഉണ്ട്, ഷെയർ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് കോൾഡ് ഫ്രീ സോഫ്റ്റ്വെയർ നോട്ട് ബിക്കോസ് ദെയർ ഈസ് നോ ലൈസൻസിങ് ഫീ ഓർ ചാർജസ്. അതുപോലെ തന്നെ ഈ ഫ്രീ സോഫ്റ്റ്വെയറിന് ഒരു ലൈസൻസിങ് ഫീയോ ചാർജസോ ഒന്നുമില്ല. ബട്ട് ബിക്കോസ് ദി യൂസർ ഈസ് ഫ്രീ ഫ്രം റെസ്ട്രിക്ഷൻസ്. അപ്പം യൂസർക്ക് റെസ്ട്രിക്ഷൻസിൽ നിന്ന് ഫ്രീ ആണ്. ദി യൂസേഴ്സ് ഹാവ് ഫ്രീഡം ടു യൂസ് കോപ്പി ഡിസ്ട്രിബ്യൂട്ട് സ്റ്റഡി ചേഞ്ച് ആൻഡ് ഇംപ്രൂവ് സോഫ്റ്റ്വെയർ. അപ്പം ഒരു യൂസർക്ക് അവരുടെ ഈ ഫ്രീ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനും കോപ്പി ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് സോഫ്റ്റ്വെയറുകളാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫ്രീ സോഫ്റ്റ്വെയർ ഇംപ്ലൈസ് ദാറ്റ് യൂസേഴ്സ് ഓഫ് എ ഫ്രീ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഹാവ് 4 എസെൻഷ്യൽ ഫ്രീഡംസ്. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് 4 എസെൻഷ്യൽ ഫ്രീഡം തരുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ദ ഫ്രീഡം ടു റൺ പ്രോഗ്രാംസ് ആസ് യു വിഷ് ഫോർ എനി പർപ്പസ്. എന്ത് കാര്യത്തിന് വേണ്ടിയും നമുക്കെന്താ ഈ പ്രോഗ്രാം റണ്ണ് ചെയ്യാനുള്ളൊരു ഫ്രീഡമുണ്ട്. നെക്സ്റ്റ് ദ ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ് ആൻഡ് അഡാപ്റ്റ് ഇറ്റ് ടു യുവർ നീഡ്സ്. അപ്പം ഈ പ്രോഗ്രാംസ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പ്രോഗ്രാംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ രീതിക്ക് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കാൻ പറ്റും. മൂന്നാമത്തേത് ദ ഫ്രീഡം ടു റീഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ്. ഈ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ദ ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം ആൻഡ് റിലീസ് യുവർ ഇംപ്രൂവ്മെൻറ്റ്സ് ടു ദ പബ്ലിക് സോ ദാറ്റ് വോൾ കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സ്. അപ്പം അതുപോലെ തന്നെ ഈ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ വേറൊരു ബെനിഫിറ്റാണ് നമുക്ക് ഈ പ്രോഗ്രാമിനെ തന്നെ ഈ ഫ്രീ സോഫ്റ്റ്വെയറിനെ തന്നെ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് സോഫ്റ്റ്വെയർ പുറത്തിറക്കാനൊക്കെ പറ്റും. അതാണ് ഈ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആക്സസ് ടു ദ സോഴ്സ് കോഡ് ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ദി എബോവ് റൈറ്റ്സ് വിച്ച് ഈസ് ഗ്യാരണ്ടീഡ് ടു ദ യൂസർ. ഫ്രീവെയർ എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ അല്ല, പക്ഷേ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഫ്രീവെയർ ആകാം. ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് യൂസേഴ്സിന് കൺട്രോളുണ്ട്. പക്ഷേ നോൺ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനാണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിന് ചില എക്സാമ്പിൾസാണ് ലിനക്സ് കേണൽ, മോസില്ല ഫയർഫോക്സ്, ഓപ്പൺ ഓഫീസ്. ഇതൊക്കെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസാണ്. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് IT, പേജ് നമ്പർ 27 ആണ്. The last 3 decades have witnessed the most technological changes on Earth and beyond. Information technology has significantly changed the way we live and perform our daily routines. അപ്പോൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് സാഹചര്യം അനുസരിച്ച് നമ്മുടെ IT ഇൻഫർമേഷൻ ടെക്നോളജിയും ദിവസം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. Futuristic IT refers to describe the changes IT is expected to bring our lives. Some changes that IT will bring in listed below. അപ്പം നമ്മുടെ IT ഇൻഫർമേഷൻ ടെക്നോളജി ഓരോ ദിവസം ചെല്ലും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ITക്കകത്ത് വന്നിട്ടുള്ള ചില ചേഞ്ചസാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെർച്വൽ റിയാലിറ്റിയൊക്കെ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റെഫേഴ്സ് ടു എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഇൻ വിച്ച് മെഷീൻസ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു കോംപ്ലക്സ് പ്രോബ്ലം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പം ഒരു സയൻസിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലക്സ് പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് മെഷീൻസാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് മേക്കിംഗ് മെഷീൻസ് ആക്ടിങ് ആൻഡ് ടേക്ക് ഡിസിഷൻ എക്സാക്ട്ലി ആസ് ഹ്യൂമൻ ഡു. അപ്പം ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ മെഷീൻസും ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ദിസ് ജനറലി ഇൻവോൾവ്സ് ബോറോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് അപ്ലൈയിങ് ദം സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഇൻ എ കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി വേ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിശക്തി വെച്ചിട്ട് പ്രോഗ്രാം ചെയ്തു കൊടുക്കുകയാണ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ചെയ്തു കൊടുക്കുകയാണ്. കമ്പ്യൂട്ടറിനോട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്തു കൊടുക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് ചെയ്യുന്നത്.
It aims at evolving systems with the intellectual characteristics of humans, such as ability to reason, discover meaning, generalize, to learn past experience. Example, using a computer to play chess. അപ്പം നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ചെയ്ത് കൊടുക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നത്. മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് ആക്ട് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തേക്കുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പേജ് നമ്പർ 28. അപ്പം സിരി, ഗൂഗിൾ ഡുപ്ലക്സ്, കോർട്ടോണ are all intelligent digital personal assistants on various platforms which uses artificial intelligence. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന അതിൻ്റെ പേരാണ് ഇവിടെ തന്നേക്കുന്നത്. ഇൻ ഫ്യൂച്ചർ AI വിൽ യൂസ്ഡ് ഇൻ ഗെയിമിംഗ്, കമ്പ്യൂട്ടർ സെർച്ച് എഞ്ചിൻസ്, മെഡിക്കൽ ഡയഗ്നോസിസ്, ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നൈസേഷൻ, വോയിസ് റെക്കഗ്നൈസേഷൻ, സ്മാർട്ട് കാർഡ്സ്, fraud detection, online customer support, security surveillance, document preparations like preparing statements, sends emails. അപ്പോൾ വരും കാലങ്ങളിൽ ഗെയിമിങ്ങിന്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെർച്ച് എഞ്ചിൻസ്, ഇപ്പം ഗെയിമിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു. ഇതുപോലുള്ള ഗെയിമിങ്സിന് പോലും, ഈ താഴെ തന്നിരിക്കുന്നതിന് പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യും എന്നാണ്. ഭാവിയിൽ ഇതൊക്കെ ഉപയോഗിച്ച് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വെർച്വൽ റിയാലിറ്റി. അപ്പോൾ വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എക്സ്പീരിയൻസ്, സിമുലേഷൻ ഓഫ് ആക്ച്വൽ എക്സ്പീരിയൻസ് വിച്ച് ഈസ് കമ്പ്യൂട്ടർ ജനറേറ്റഡ്. നമുക്ക് എന്തും ഒരു ജീവനുള്ളതായിട്ട് തോന്നുക, അല്ലെങ്കിൽ എന്തും നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നതായിട്ട് തോന്നുക, അതാണ് വെർച്വൽ റിയാലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 3D സിനിമ കാണുവാണെങ്കിൽ, ഒരു മൂവ് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ അടുത്തോട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് വെർച്വൽ റിയാലിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെർച്വൽ റിയാലിറ്റിയിൽ തന്നെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നോൺ ഇമ്മേഴ്സീവ് സിമുലേഷൻസ്, സെമി ഇമ്മേഴ്സീവ്, ഫുള്ളി ഇമ്മേഴ്സീവ് സിമുലേഷൻസ്. പേജ് നമ്പർ 29-30 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നോൺ ഇമ്മേഴ്സീവ് സിമുലേഷൻ എന്ന് പറയുമ്പം നമ്മളൊരു തിയേറ്ററിൽ 3D സിനിമ കാണുന്ന ഒരു എഫക്റ്റ്, അത് വെർച്വൽ റിയാലിറ്റിയുടെ ബേസിക് ലെവലാണ്. അതാണ് നോൺ ഇമ്മേഴ്സീവ് സിമുലേഷൻസ് എന്ന് പറയുന്നത്. സെമി ഇമ്മേഴ്സീവ് സിമുലേഷൻസ് എന്ന് പറയുമ്പം നമ്മൾ പൈലറ്റ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന മോഡലാണ് സെമി ഇമ്മേഴ്സീവ് എന്ന് പറയുന്നത്. അപ്പം സെമി ഇമ്മേഴ്സീവ് എന്ന് പറയുമ്പോൾ വെർച്വൽ റിയാലിറ്റിയുടെ കുറച്ചുകൂടെ കൂടിയ ലെവലാണ്. അപ്പം ഒരു പൈലറ്റ്സിന് അല്ലെങ്കിൽ ഫ്ലൈറ്റ് സിമുലേഷനെ കുറിച്ച് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതാണ് സെമി ഇമ്മേഴ്സീവ് കാറ്റഗറിയിൽ പെടുന്നത്. ഇനിയുണ്ട് ഫുൾ ഇമ്മേഴ്സീവ് സിമുലേഷൻസ്. അപ്പം അതിനകത്ത് യൂസർക്ക് മോഷൻ ഡിറ്റക്റ്റിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പം ഇതൊരു വെർച്വൽ റിയാലിറ്റിയാണ്. കാണുന്ന പോലെ തന്നെ നമുക്ക് മോഷൻ ഡിറ്റക്റ്റിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനും കൂടെ സാധിക്കും എന്നുള്ളതാണ് ഫുള്ളി ഇമ്മേഴ്സീവ് സിമുലേഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം ഗെയിമിങ് അല്ലെങ്കിൽ ട്രെയിനിങ്, അതിനൊക്കെയാണ് സാധാരണ നമ്മൾ ഫുള്ളി ഇമ്മേഴ്സീവ് സിമുലേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം വെർച്വൽ റിയാലിറ്റിയുടെ 3 കാറ്റഗറിയാണ് നോൺ ഇമ്മേഴ്സീവ് സിമുലേഷൻസ്, സെമി ഇമ്മേഴ്സീവ് ആൻഡ് ഫുള്ളി ഇമ്മേഴ്സീവ് സിമുലേഷൻസ് എന്ന് പറയുന്ന ഇത് എല്ലാം. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് എന്താണെന്ന് കണ്ടു, ഒരു ഫ്രീ വെയർ എന്താ, ഫ്രീ സോഫ്റ്റ്വെയർ എന്താണെന്ന് കണ്ടു, പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ഐ ടി അതിനകത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെർച്വൽ റിയാലിറ്റി എന്താണെന്ന് കണ്ടു, വെർച്വൽ റിയാലിറ്റിയുടെ 3 കാറ്റഗറീസ് കണ്ടു. അപ്പം ഈ മൊഡ്യൂൾ തീർന്നു. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ചോദിക്കണം.